ചേലക്കരയിൽ LDF സ്ഥാനാർത്ഥി ഇപ്പോൾ 213 വോട്ടുകൾക്ക് ചേലക്കരയിൽ UR പ്രദീപ് ലീഡ് ചെയ്യുന്നു. 213 എന്നാൽ പാലക്കാട് സി കൃഷ്ണകുമാർ 95 വോട്ടുകൾക്ക് മുന്നിലാണ്. നമ്മൾ വയനാട്ടിലേക്ക് പോയാൽ പ്രിയങ്ക ഗാന്ധി 2735 2735 വയനാട്ടിൽ നിന്ന് വരുന്ന ചിത്രം ലോക്സഭയിലേക്കുള്ള വാശിയേറിയ മത്സരത്തിൽ പ്രിയങ്ക ഗാന്ധി ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. വിജയകുമാർ, ചേലക്കരയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല, ചേലക്കര അങ്ങനെ തന്നെ നിൽക്കുകയാണ്. 213 വോട്ടിന്റെ ലീഡ്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ടത് CPM-ന്റെ പഞ്ചായത്തുകളാണ്. അവിടെ എണ്ണി തുടങ്ങുമ്പോൾ CPM-ന് 440, ചേലക്കരയിൽ 440 ലീഡ് വരുന്നു. 440. വയനാട് 4270. 4270. ബിജെപിയുടെ ലീഡ് പാലക്കാട് 102. പാലക്കാട് NDA സ്ഥാനാർത്ഥി UDF LDF തട്ടകങ്ങളിൽ ശക്തി ക്ഷയം സംഭവിക്കുന്നു സംശയം തോന്നുന്ന ലീഡ് പാലക്കാട് നിന്ന് വരുന്നു. പാലക്കാട് 100 കടന്നു. സെഞ്ചുറി അടിച്ചു പാലക്കാട് NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ 100 വോട്ട്. മൂന്നിടത്തും അതായത് ചേലക്കരയിൽ ലീഡ് 400 കടന്നു, പാലക്കാട് 100 കടന്നു, ചേലക്കരയിൽ 440 കടന്നിട്ടല്ലേ 440. ആദ്യ ബൂത്തിൽ പ്രദീപിനാണ് ലീഡ്. വരവൂരിലെ ആദ്യ ബൂത്തിൽ UR പ്രദീപിനാണ് ലീഡ്. അത് ചിലപ്പോൾ സ്വാഭാവികമാണ് എന്ന് പറഞ്ഞാൽ വരവൂരാണ്, ദേശമംഗലമാണ്. മുന്നോട്ടേക്കുള്ള പോക്കിൽ എത്രത്തോളം ആ മികവ് നിലനിർത്താൻ UR പ്രദീപിന് കഴിയുന്നു. LDF കോട്ടയം വരവൂർ കഴിഞ്ഞ് ദേശമംഗലം UR പ്രദീപിന്റെ നാട് കൂടിയാണ്. അവിടെയും സ്വാഭാവികമായിട്ട് അവർ ലീഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ട്രെൻഡ് എന്ന മട്ടിൽ വേണമെങ്കിൽ പയ്യെ പറയാവുന്ന അവസ്ഥ. ചെറിയൊരു നമ്മളിപ്പോ സൂക്ഷിച്ചേ പറയുന്നുള്ളൂ, കാര്യം ഒരിക്കൽ പറ്റിയതാ, അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ പറയുന്നുള്ളൂ. ഇപ്പോൾ ഏറ്റവും അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ ചേലക്കരയിൽ UR പ്രദീപ് LDF സ്ഥാനാർത്ഥി 440 വോട്ടുകൾക്ക് മുന്നിലാണ്. നമ്മുടെ പാലക്കാടേക്ക് പോയാൽ NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഇപ്പോൾ 102 വോട്ടുകൾക്ക് മുന്നിലാണ്. നമ്മുടെ വയനാട്ടിലേക്ക് പോയ ലോക്സഭാ മണ്ഡലത്തിൽ 4275 വോട്ടുകൾക്ക് പ്രിയങ്ക ഗാന്ധി മുന്നിലാണെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു.